ஆமென், ஆமென், ஆமென். கைகள் உயர்த்தி கைகளை தட்டி சக்தியோடு 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 ആമേൻ, ആമേൻ, ആമേൻ. அப்பா എന്ന് വിളിക്കുക, அப்பா പിതാവേ എന്ന് വിളിക്കുക. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേക തീ നിന്റെ മേൽ ഇറങ്ങും. വാ അടച്ചു മിണ്ടാതെ നിൽക്കരുത്, മിണ്ടാതെ നിൽക്കരുത്. ஆர்ப்பிடுவேன், ஆர்ப்பிடுவேன் தெய்வ பைதலே, ஆர்ப்பிடுவேன், ஆர்ப்பிடுவேன். சக்தியோடு 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 பலமாய் 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 பலமாய். நன்றி 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 நன்றி. രക്ഷനേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ. രക്ഷനേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം സത്യവഴിയോ വാതിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. സത്യവഴിയോ യേശുരാജൻ പാദം ചുംബിക്കാൻ. நான் ஆசிரியிக்கும் பாரா என் ரட்சையின் வெளிச்சம். நான் ஆரப்பிடிக்கும் கர்த்தனே அபயம். ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യ പൂജ്യമുള്ളോ കൈപിടിച്ചു. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യ പൂജ്യമുള്ളോ കൈപിടിച്ചു നായിക്കുന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യ പൂജ്യമുള്ളോ കൈപിടിച്ചു നായിക്കുന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു അഗ്നി 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 അഗ്നി. കെട്ടുകൾ പൊട്ടുന്നു, ഉള്ളുകൾ തുറക്കപ്പെടുന്നു, വിശുദ്ധീകരണം പ്രാപിക്കുന്നു, വ്യക്തികൾ ശുദ്ധീകരിക്കപ്പെടുന്നു, ഉള്ളുകൾ തുറക്കപ്പെടുന്നു. ആമേൻ. സ്വർഗം തുറക്കപ്പെടുന്നു. ആമേൻ. മഹാദയ 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 നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ ഓരോ ആളുകളുടെ മേലും ഓരോ വ്യക്തിയുടെ മേലും ഓരോ വ്യക്തിയുടെ മേലും. ആമേൻ. തീ തീ ഫയർ ഫ്രം എബോവ്, ക്ലൻസിംഗ് ഫയർ ഫ്രം എബോവ്. ഐ ആം നോട്ട് ലൈയിങ്. ഞാൻ കള്ളം പറയുന്നില്ല. വ്യക്തികൾ ശുദ്ധീകരിക്കപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. സ്വർഗമേ, അങ്ങയുടെ മഹാദയക്കായി നന്ദി, മഹാദയക്കായി നന്ദി. ദൈവമേ, അങ്ങ് അരുളി ചെയ്യണം. ഞങ്ങൾ കേൾക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സങ്കീർത്തനം 55:22. Psalms 55:22.
சங்கீதம் 55:22 நின்ற பாரம் யெகோவாவுடைய மேல் வச்சுக்கொள்க, அவன் நின்ன புலர்த்தும். நீதிமான் குலுங்கி போகுவான், அவன் ஒரு நாளும் சம்மதிക്കുകயில்லை. ஆமென். கர்த்தர் மேல் உன் பாரத்தை வைத்துவிடு, அவர் உன்னை ஆதரிப்பார். நீதிமான் ஒருபோதும் தேவன் தள்ளாடவிட்டார். Cast your burden upon the Lord, and God shall sustain thee. He shall never suffer the righteous to be moved. பாரம் வகிക്കുന്ന നമ്മുടെ ദൈവം മൂന്ന് ബഹദരിവിൽ ഭാരം ഉള്ളതായി എൻ്റെ ബൈബിൾ എന്നെ പഠിപ്പിക്കുന്നു. നാം ചുമക്കേണ്ട നമ്മുടെ അയലാൻ്റെ ഭാവം, അയൽക്കാരൻ്റെ ഭാരം, നാം ചുമക്കേണ്ട നമ്മുടെ സഹവിശ്വാസിയുടെ ഭാരം, നാം ചുമന്ന് തീർക്കേണ്ട നമ്മുടെ സമസൃഷ്ടിയുടെ ഭാരം, അത് ഒന്ന്. Our neighbor's burden that we have to bear. രണ്ട്, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തുവാൽ മാത്രമേ ചുമക്കുവാൻ കഴിയുന്ന നിന്റെ ഭാരം, അത് നീ ചുമക്കരുത്. ദൈവത്താൽ മാത്രമേ ചുമന്ന് തീർക്കുവാൻ കഴിയുന്ന മനുഷ്യ, നിന്റെ ഭാരം നീ ചുമക്കുവാൻ നിനക്ക് കഴിയത്തില്ല. ശ്രമിച്ചാൽ ഇടുപ്പ് ഒടിയും. മൂന്നാമത്, നീ തന്നെ ചുമക്കേണ്ട നിന്റെ ഭാരം ചുമന്നേ പറ്റത്തുള്ളൂ. കഷ്ടത എന്നുള്ള ഭാരം നീ ചുമക്കേണ്ട, കഷ്ടത എന്നുള്ള ഭാരം നീ ചുമന്നേ പറ്റുകയുള്ളൂ. No one can help. No preacher can dilute. I speak the word of God. I am a mouthpiece of my Almighty God in heaven. ഞാൻ നിങ്ങളോട് ശബ്ദിക്കുന്നത് ദൈവ ശബ്ദമാണ്. എഴുതപ്പെട്ടതുപോലെ നിന്നെ രോമാഞ്ചം കൊള്ളിക്കാനല്ല, അവൻ ആഗ്രഹിക്കുന്ന വഴിയിൽ നിന്നെ നയിക്കുവാൻ. നീ ആഗ്രഹിക്കുന്ന വഴിയിലും അല്ല, അത് നടക്കത്തില്ല. നമ്പർ 1, നീ ചുമക്കേണ്ട അയൽക്കാരൻ്റെ ഭാരം ക്രിസ്തുവാൽ മാത്രമേ ചുമന്ന് തീർക്കാൻ പറ്റുന്ന നിന്റെ ഭാരം. മൂന്നാമത്, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നീ തന്നെ ചുമക്കേണ്ട നിന്റെ ഭാരം. വചനത്തിൽ നിന്ന് ഇന്ന് നാം ആഴമായി ധ്യാനിച്ച് അപ്പൻ്റെ പൊന്മുഖം നാം ദർശിച്ച് അവനെ നാം ചുംബിക്കും, അവനെ നാം തൊടും, അവൻ നമ്മെ തൊടും, നാം അവനോട് സംസാരിക്കും. യു ക്യാൻ ഹിയർ ഹിസ് വോയിസ്. അവൻ്റെ
ഭയങ്കര ശബ്ദം നീ ഇന്ന് കേൾക്കും. നിശ്ചയമാണ്. ആമേൻ. കൈകളെ തട്ടി വലിയവനെ മഹത്വപ്പെടുത്തും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വചനത്തിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിപ്പിൻ. Bear one another's burden. Bear ye another's burden. സമസൃഷ്ടി, അയൽക്കാരൻ, സഹവിശ്വാസികളുടെ ഭാരം എൻ ജനമേ നിങ്ങൾ ചുമപ്പിൻ. ആമേൻ. ഇസ്രായേൽ സ്ത്രീ പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അപ്പോൾ കൊല്ലണം. എങ്ങനെയോ രക്ഷപ്പെട്ട് മോശെ, ദ മോസ്റ്റ് ഹാൻസം കിഡ്, 3 മാസത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവൻ. The Bible records he was thrown in the bank of Nile in his 3rd month. ഒരു നാങ്ങണ പെട്ടകത്തിലാക്കി അമ്മ തൻ്റെ ഹൃദയത്തെ കല്ലാക്കി കുഞ്ഞിനെ എടുത്ത് ഇറങ്ങിക്കളഞ്ഞ്. നീയും ഞാനും കടന്നു പോകുന്ന ഓരോ അഗ്നിശോധനയുടെ പുറകിലും സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ഉത്തമമായ പദ്ധതി ഉണ്ട് മക്കളെ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഈ കുഞ്ഞ് 40 ആണ്ടുകാലം ഈജിപ്തിൻ്റെ പ്രിൻസ്, രാജകുമാരൻ. ഈ കുഞ്ഞ് തന്നെയാണ് 40 ആണ്ടുകാലം മരുഭൂമിയിലെ ആട് മേയ്ക്കുന്ന ഒരു ഷെപ്പേർഡ്. ഈ കുഞ്ഞ് തന്നെയാണ് ലോകം ഇതുവരെ കണ്ടിട്ടേ ഇല്ലാത്ത ഒരു വലിയ ലീഡർ. 25 ലക്ഷം ആളുകളുടെ ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം പുതിയ വാഗ്ദത്ത രാജ്യത്തിലേക്ക് നയിച്ച ധീരനായ ലീഡർ. ഒരു സന്ദർഭത്തിൽ, പേര് മോശെ, ഒരു സന്ദർഭത്തിൽ സംഖ്യ 11:14 ദൈവസന്നിധിയിൽ വീണ് മോശെ നിലവിളിക്കുന്നു, ഓ ഇറ്റ് ഈസ് ടു മച്ച്, ഐ ഹാവ് നോട്ട് ഗിവൻ ദം ബർത്ത്. ഞാനല്ലല്ലോ ഇവരെ പ്രസവിച്ചത്, ഇത് അതിഭാരം. All these 600,000 male Jews are demanding meat every day. എന്നും അവർക്ക് ഇറച്ചിക്കൊതി, എന്നും അവർക്ക് ഇറച്ചിക്കൊതി. ഞാൻ ഇവിടെ പോകും, ഇത് ഭാരം, അതിഭാരം. And the Bible says God's prophet Moses took the extreme step. I will suicide. എന്നെ കൊന്നു കളയണം, എന്നെ കൊന്നുകളയണം. സംഖ്യ 11:15 ദയ വിചാരിച്ച് ഒരു നാൾ കൂടെ ഞാൻ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്നെ കൊന്നുകളയണം. ഈ ഭാരം, അതിഭാരം. അയൽക്കാരൻ്റെ ഭാരം ചുമന്ന് തീർത്ത മോശെ. പുതിയ നിയമഭാഗത്തിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പഠിത്തത്തിൽ ഗേമൻ, സമ്പത്തിൽ ഗേമൻ, ബുദ്ധിമാൻ, റോമാ പൗരൻ, സർവവും താൻ ചിന്തിക്കുന്നതിന് പ്രകാരം പ്രവർത്തിക്കുവാൻ ശക്തൻ സാൽ അല്ലെങ്കിൽ പൗലോസ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന കണ്ണീരോട് എഴുതുന്നു, ഞാൻ ദിവസേന മരിക്കുന്നു. മൈ ലൈഫ് ഈസ് നോട്ട് പ്ലഷർ. വലിയ സന്തോഷമൊന്നും എൻ്റെ ജീവിതത്തിലുള്ള ഇല്ല. ഭയം, ഭീതി, ഉറക്കമില്ലായ്മ, ഉള്ളിലെ യുദ്ധം,
பயம். 1 கொரிந்தியர் 15 அத்தியாயம் 31 பைபிள் நம்ம படிப்பிക്കുന്നു. ഞാൻ ദിവസം പ്രതി മരിക്കുന്നു. അപ്പോസ്തല 9:15 സർവശക്തനായ ദൈവം ഈ പൗലോസിനെ അഭിഷേകിച്ചത് എല്ലാവരുടെയും മുമ്പിൽ, യഹൂദന്റെ മുമ്പിൽ, ഇസ്രായേലിന്റെ മുമ്പിൽ, സർവ രാജാക്കന്മാരുടെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമം വഹിക്കുവാൻ, സുവിശേഷത്തിൻ്റെ അഗ്നിയുടെ സാക്ഷിയായി നിൽപ്പാൻ ആ പൗലോസ് പറയുന്നു. ഐ ഫോർസീ ഡെത്ത് എവറി ഡേ. ഞാൻ എന്നും മരണം മുൻ കാണുന്ന ഭാരം, എൻ്റെ ജീവിതം ഭാരം. 2 കുരുടന്മാർ യേശുവിൻ്റെ പിന്നിൽ വന്ന് തുടർന്ന് നിലവിളിയോട് പറയും, ഇവനും കാണത്തില്ല, ഇവൻ്റെ സ്നേഹിതനും കാണത്തില്ല, ഇവനും കണ്ണ് കണ്ടുകൂടാ, അവൻ കൈപിടിച്ചിരിക്കുന്ന അവൻ്റെ സ്നേഹിതനും കണ്ണ് കണ്ടുകൂടാ. മത്തായി സുവിശേഷം 9:27 നമ്മ പഠിപ്പിക്കുന്നു. അവർ നിലവിളിക്കുന്നു, കരുണ തോന്നണമേ കർത്താവേ, കരുണ തോന്നണമേ കർത്താവേ. അടുത്തുള്ള വാക്കുകൾ ഭയങ്കരം. ഞങ്ങളോട് കരുണ തോന്നണമേ. ഒരു കുരുടൻ മറ്റവർക്ക് വേണ്ടി നിലവിളിക്കുന്നു, മറ്റേ കുരുടൻ ഇവന് വേണ്ടി നിലവിളിക്കുന്നു. കരുണ തോന്നണമേ ഞങ്ങളോട്, എനിക്ക് വേണ്ടി എന്നോട് കരുണ തോന്നണമേ എന്നല്ല, ഞങ്ങളോട് കരുണ തോന്നണമേ. മറ്റവൻ്റെ ഭാരം ചുമക്കുന്ന മറ്റൊരു കുരുടൻ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 10 അധ്യായം 30 മുതൽ ഒരു മഹാസംഭവം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരുവൻ ജെറുസലേം വിട്ട് ജെറിക്കോ നോക്കി യാത്രയായി. ആ വാക്കിൽ തന്നെ ഒരു വലിയ മർമ്മമുണ്ട്. ഒരിക്കലും നീ ജെറുസലേം വിടരുത്. വിട്ടാൽ കള്ളൻ്റെ കയ്യിൽപ്പെടും. അതാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. മഹാരാജാവിൻ്റെ മാനഗരം. യേശുവിനെ കണ്ട നീ, സത്യ സുവിശേഷം അറിഞ്ഞ നീ, ദൈവപൈതലെ നീ വിട്ട് ജെറിക്കോ, ശപിക്കപ്പെട്ട പട്ടണം, അഹങ്കാരികളുടെ പട്ടണം നോക്കി യാത്രയായാൽ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ യഹൂദൻ എന്ന് പരസ്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നില്ല എങ്കിലും ആ യഹൂദൻ കള്ളന്റെ കരത്തിൽ അവൻ അകപ്പെട്ട്, കള്ളൻ എന്ത് ചെയ്യും? അതവൻ ചെയ്ത്. ലൂക്കോസ് സുവിശേഷം 10 അധ്യായം 30 മുതൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞ് അവനെ അർദ്ധപ്രാണനാക്കി അവനെ ഉപദ്രവിച്ച് ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞ്, പുരോഹിതൻ വന്ന് കണ്ടും കാണാത്തതുപോലെ മാറിപ്പോയി. ലേവിയൻ വന്ന് കണ്ടും കാണാത്തതുപോലെ മാറിപ്പോയി. ഒരു സമാര്യക്കാരൻ വന്ന്, നോ ബിസിനസ് വിത്ത് ദ ജൂ ഫോർ എ സമാരിറ്റൻ. സമാര്യക്കാരന് യഹൂദനോട് ഒരു ബന്ധവുമില്ല. കുടിപ്പക ഉണ്ട്, ഒരു നാളും ചേരുകയില്ല. പക്ഷെ ഈ സമാര്യക്കാരനോ, ലൂക്കോസ് സുവിശേഷം 10:34 നമ്മ പഠിപ്പിക്കുന്നു, അവനെ കണ്ട് പുരോഹിതൻ പോയതുപോലെ മാറിപ്പോയില്ല, ലേവ്യക്കാരൻ പോയതുപോലെ മാറിപ്പോയില്ല. അവൻ അടുത്തു പോയി മനസ്സലിഞ്ഞ്, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന എണ്ണയും വീഞ്ഞും പകർന്ന് അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി 2 കാശ് കൊടുത്ത്, ഐ വിൽ റിട്ടേൺ ബാക്ക്, ഞാൻ മടങ്ങി വരും, എന്തെങ്കിലും എക്സസ് ചിലവുണ്ടെങ്കിൽ ഞാൻ തീർത്തോളാം, ഇവനെ രക്ഷ ചെയ്യുക. ആരുടെ കണ്ണിലും പെടാത്ത ഒരു മർമ്മം ദൈവം അവിടെ എനിക്ക് വെളിപ്പെടുത്തി തന്ന് അവനെ ഏൽപ്പിച്ചിട്ട് ഇവൻ പോയത്
പിറ്റേ ദിവസമാണ്. ആരും ചെയ്യാത്തത് അവൻ ചെയ്ത് ഒരു നാൾ അവനോട് ഒപ്പം അവൻ അവിടെ ഇരുന്ന് കൈകളെ തട്ടണം. ആമേൻ, ആമേൻ. എണ്ണ പകർന്നതല്ല, വീഞ്ഞ് പകർന്നതല്ല, ഉടുപ്പ് കൊടുത്തതല്ല, 2 കാശ് ചെയ്തതല്ല, രക്ഷ ചെയ്തതല്ല. He sat with him one full day. ഒരു നാൾ പൂർണ്ണമായി കൂട്ടായ്മ ആചരിച്ച് അവനോടൊപ്പം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എണ്ണയും വീഞ്ഞും അവൻ പകർന്ന്. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, സങ്കീർത്തനം 145:1 തലയ്ക്ക് എണ്ണ. ആമേൻ. തലയ്ക്ക് എണ്ണ. സുബോധമില്ലാത്ത തലയന്മാർ, സുബോധമില്ലാത്ത തല ഉള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, തലച്ചോറുള്ള ആളുകൾ, നിന്റെ തല നേരെയാകുവാൻ സങ്കീർത്തനക്കാരൻ എഴുതുന്നു, തലയ്ക്ക് എണ്ണ. സങ്കീർത്തനം 145:1. പ്രസംഗി എഴുതുന്നു 10:19 നിന്റെ ജീവൻ ആനന്ദം കണ്ടെത്തുവാൻ വീഞ്ഞ്. വീഞ്ഞ് സൂചന നൽകുന്നത് പരിശുദ്ധാത്മാവ്, എണ്ണ സൂചന നൽകുന്നത് ദൈവവചനം. ഐസയ 30:21, മത്തായി സുവിശേഷം 22:29, മർക്കോസ് സുവിശേഷം 12:29 ദൈവശക്തിയും ദൈവവചനവും അറിയായെക്കൊണ്ട് ജനം തെറ്റിപ്പോകുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ശ്രദ്ധിക്കണമേ. ഐസയ 30:21, മർക്കോസ് സുവിശേഷം 12:24, മത്തായി സുവിശേഷം 22:29 ദൈവശക്തിയും വീഞ്ഞ്, ദൈവശക്തിയും പരിശുദ്ധാത്മാവ്, ദൈവശക്തിയും വചനമും, ദൈവവചനമും, എണ്ണ, തലയ്ക്ക് എണ്ണ, ഇത് രണ്ടും ക്ലിയറായി അറിയായെ കൊണ്ട് ജനം തെറ്റിപ്പോകുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ വീണ്ടും 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 രക്ഷിതാവാം ക്രിസ്തുവോട് ചോദിച്ചു. യോഹന്നാൻ സുവിശേഷം 21:15 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന യേശു അവനോട് ചോദിക്കുന്നു, ഇവയിലും അധികമായി പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു 3 പ്രാവശ്യം. 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ദുഃഖിച്ചു. യേശു കർത്താവ് അവനോട് അരുളി ചെയ്യുന്ന, നീ എന്നെ സ്നേഹിക്കുന്നതിന് തെളിവ് ഉണ്ടാകണമെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. അതിൻ്റെ അർത്ഥം എന്നെക്കുറിച്ച് നീ അറിയിക്കുക, ദൈവവേല ചെയ്യുക, സത്യ സുവിശേഷം പരസ്യമാക്കുക. മന്ത്രി എതിർത്തേക്കാം, മകാൻ എതിരായി വന്നേക്കാം, വലിയ ആളുകൾ നിന്നെ മറഞ്ഞിരുന്ന് കൊന്നേക്കാം. സത്യം, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക, വചനം പ്രസ്താവിക്കുക, എന്നെ അറിയുക, അറിഞ്ഞ് എന്നെ നീ അറിയിക്കുക. അതാണ് ഭാരം ചുമക്കുന്നത്. ആമേൻ. നീ ക്രിസ്തുവിനെ ചുമന്നാൽ നിന്റെ ഭാരം ഓട്ടോമാറ്റിക്കായി അപ്രത്യക്ഷമാകും. അതാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, നീ എൻ്റെ ഭാരം, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. എന്നെ നീ സ്നേഹിച്ചാൽ നിന്നെ ഞാൻ സ്നേഹിക്കും. ആമേൻ, ആമേൻ. സദൃശവാക്യം 8:17 ആ സംഭവം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, തമ്മിൽ തമ്മിൽ ഭാരം ചുമക്കുക, എന്നാൽ ദൈവവേല ചെയ്യുക. ദൈവവേല നേരായി ചെയ്യുന്നവന് വേല വയ്ക്കാതിരിക്കുക, സഹായിക്കുക, സഹകരിക്കുക,
കൂടെ നിൽക്കുക. പ്രസംഗിക്കപ്പെടുന്നത് കറുത്ത പുസ്തകത്തിൽ ഉള്ളത് തന്നെയാണോ എന്ന് കണ്ടെത്തുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുടോ നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിത കൈകൾ ഉയർത്തി കൈകളെ തട്ടി, കൈകൾ ഉയർത്തി കൈകളെ തട്ടി, വാ വിസ്താരമായി തുറന്ന് ശബ്ദം ഉയർത്തി വേണം പാടുവാൻ. സ്വർഗം താണിറങ്ങുന്നു, സ്വർഗം താണിറങ്ങുന്നു, സ്വർഗം താണിറങ്ങുന്നു. ദൈവ പൈതലേ, കാർമോകിൽ ഏറെ കൂകിലോ കാണുന്നില്ലേ മഴവില്ലതിന്മേ? കാർമോകിൽ ഏറെ കുറകിലോ കാണുന്നില്ലേ മഴവില്ലതിന്മേൽ? കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ കഴുകിടുമേ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ താഴുകിടുമേ. ആഴലേറും തീ 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 അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ. വ്യക്തികളിൽ ചില ആളുകൾ വേദനയോട് നിലവിളിക്കുന്ന ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള മുളകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നത് ഞാൻ കാണുന്നു. ഓറ ബാലജൻ ധനദബ. ഇതിൽ 2 ആളുകൾ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മുളകൾ യേശുവിൻ ബലത്ത നാമത്തിൽ ഇപ്പോൾ 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 അപ്രത്യക്ഷമായിരിക്കുന്നു. ടീ 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 ടീ. എൻ്റെ ഇടതുഭാഗത്തിൽ മുമ്പിൽ നിന്ന് 13ാമത്തെ റോയിൽ തൻ്റെ ഇടത് ചെസ്റ്റിൽ അതിവേദനയോട് നിലവിളിക്കുന്ന സഹോദരി, അത് ക്യാൻസർ അല്ല, അത് ഹാർട്ട് അറ്റാക്ക് അല്ല, അത് ഗ്യാസിൻ്റെ ട്രബിളാണ്. കർത്താവ് ഇപ്പോൾ തൊടുന്ന് ശവിക്ക് നൽകുന്നു. ആമേൻ. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. തൊട്ട് മുമ്പുള്ള 13 ദിവസങ്ങളായി ഉറക്കമില്ലാതെ നിലവിളിക്കുന്ന ഒരു സഹോദരൻ ഇവിടെ ഉണ്ട്. കർത്താവ് നിങ്ങളെ തൊടുന്ന് നിങ്ങളുടെ ഭാവി ജീവിതം കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് മുതൽ സുഖ ഉറക്കം കർത്താവ് തരുന്നു. അഗ്നി 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 അഗ്നി, അഭിഷേക അഗ്നി. ആമേൻ.
ആമേൻ, ആമേൻ, ആമേൻ. നിർബന്ധമായി നീ ചുമക്കേണ്ട നിന്റെ അയൽക്കാരൻ്റെ ഭാരം എണ്ണയും വീഞ്ഞും ദൈവവചനവും ദൈവശക്തിയും. ഒരു നാൾ തൻ്റെ ശത്രുവായ യഹൂദനോട് ഒപ്പം അവൻ ഇരുന്ന്, അതൊരു കൂട്ടായ്മ. ക്രിസ്തുവിൽ ഉള്ള കൂട്ടായ്മ നിനക്ക് തരുന്നത് മതമല്ല, നിത്യ ജീവൻ, നിത്യ ജീവൻ. രണ്ടാമത് സങ്കീർത്തനം 55:22, നിന്റെ ഭാരം ചുമക്കുന്ന യഹോവ. ഇനി നാം ധ്യാനിക്കുവാൻ പോകുന്നത് ക്രിസ്തുവാൽ മാത്രമേ ചുമന്ന് തീർക്കുവാൻ കഴിയുന്ന മനുഷ്യ നിന്റെ ഭാരം. ആമേൻ. ഒരു ഉഷാറുമില്ലല്ലോ. മാനസാന്തരപ്പെടുക. മനസ്സിലായില്ല? കർത്താവ് വിടത്തില്ല. സൂക്ഷിക്കുക. മഞ്ഞ ഉടുപ്പും പൊട്ടും വേറുപാടനുഷ്ഠിക്കണം. 1 യോഹന്നാൻ 4:17 നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തു സ്വർഗത്തിൽ എങ്ങനെയോ അതുപോലെ നാം ഇവിടെ പാർക്കേണ്ടതാകണം. ആമോസ് 5:21 നമ്മെ പഠിപ്പിക്കുന്ന നിന്റെ ഉത്സവം ഏതായാലും ദൈവം അരുളി ചെയ്യുന്ന ഞാൻ വെറുക്കുന്നു. ദൈവം വെറുക്കുന്നതിന് നീ ചുംബിക്കരുത്. ദൈവം കീറിക്കളയും. നേരായിക്കൊള്ളുക. രണ്ടാമത്, ക്രിസ്തുവാൽ മാത്രമേ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ചുമന്ന് തീർക്കുവാൻ കഴിയുന്ന നിന്റെ ഭാരം. സങ്കീർത്തനം 38:4, സങ്കീർത്തനം 40:12 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന നമ്പർ 1, പാപം എനിക്ക് ഭാരം. ആ ഭാരം എൻ്റെ തലയ്ക്ക് മേൽ കവിഞ്ഞിരിക്കുന്നു. The burden of my sin, the Bible records, it is thrusting upon my head. അടുത്ത വരികളിൽ നമ്മെ പഠിപ്പിക്കുന്ന ഞാൻ പ്രവർത്തിച്ച പാപം എന്നുള്ള ഭാരം എന്നെ ചുറ്റും. It is compassing me, it is thrusting me, it is compassing me. മൂന്നാമത് അതേ സങ്കീർത്തനത്തിൽ സങ്കീർത്തനം 38:4, സങ്കീർത്തനം 40:12 മൂന്നാമത്തെ ഒരു മർമ്മം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ ചെയ്ത പാപം എന്നുള്ള ഭാരം എന്നെ എത്തിപ്പിടിക്കുന്നു. ഇറ്റ് ഈസ് ഹോൾഡിങ് മീ ഡൗൺ. എന്നെ എത്തിപ്പിടിക്കുന്നു. അങ്ങനെ ഭാരം വരുമ്പോൾ ഞാൻ ധൈര്യഹീനൻ. എൻ്റെ ബലം പോയി, എൻ്റെ ധൈര്യം പോയി, ഞാൻ ധൈര്യഹീനനായി മാറുന്നു. എന്തുകൊണ്ട്? പാപം ഒരു ഭാരം. അത് ക്രിസ്തുവാൽ മാത്രമേ ചുമക്കുവാൻ കഴിയുന്നത്. നിന്റെ ഭാരം നിന്നാൽ ചുമക്കുവാൻ കഴിയുകയില്ല. നിന്റെ പാപം നിന്റെ അയൽക്കാരനാൽ, നിന്റെ പാസ്റ്ററിനാൽ, നിന്റെ മന്ത്രിയാൽ ചുമക്കുവാൻ കഴിയുകയില്ല. അത് ക്രിസ്തുവാൽ മാത്രമേ ചുമന്ന് തീർക്കുവാൻ കഴിയുകയുള്ളതാണ്. വാ തുറക്കുന്നില്ല. How and why? The Bible records the crime, the unrighteousness, the wickedness, the criminal attitude, the sin that you commit. The Bible says it directly comes and falls on your direct doorstep. ഉൽപ്പത്തി പുസ്തകം 4-7 നീ ചെയ്ത അക്രമം, പാപം നിന്റെ വാതിൽക്കൽ വന്ന് കിടക്കും. തമിഴ് മനോഹരം, പടുത്ത് കിടക്കും.
വിടത്തില്ല, നിന്നെ വിടത്തില്ല. നീ ചെയ്ത അക്രമം നിന്റെ വാതിൽക്കൽ വന്ന് കിടക്കും. എത്ര നാൾ? എന്തിന് കിടക്കും? ജെറമ്യ എഴുതുന്നു 5:25 ഒരു നന്മയും നിന്റെ വീട്ടിനകത്ത് പ്രവേശിക്കാത്ത രീതിയിൽ നീ ചെയ്ത പാപം വന്ന് പടുത്തു കിടക്കും. നന്മയ്ക്ക് മുടക്കം വരുത്തും, നന്മയ്ക്ക് മുടക്കം വരുത്തും. ചെയ്ത അക്രമം, സംസാരിച്ച അനീതി നിന്റെ വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് കിടന്ന് നന്മയ്ക്ക് മുടക്കം വരുത്തും. എത്ര നാൾ? അന്ന് മാത്രമോ, അടുത്ത ദിവസം മാത്രമോ, 3 നാളോ, ഒരാഴ്ചയോ, 1 മാസമാണോ പാപം പടുത്തു കിടക്കുന്നത്? 1 വർഷമോ? അല്ലെങ്കിൽ ഇയാൾ ഈ പാപം ചെയ്ത അക്രമി മരിക്കുന്നത് വരെയോ? നോ, നോ. ബൈബിൾ says up to 4 generations. ആമേൻ. പുറപ്പാട് പുസ്തകം 34:7, ആവർത്തനം 5:9 4ാം തലമുറ വരെ നീ ചെയ്ത അക്രമം നിന്നെ വിടുകയില്ല, നിന്റെ മക്കളെ വിടുകയില്ല, മക്കളുടെ മക്കളെ വിടുകയില്ല, മക്കളുടെ മക്കളുടെ മക്കളെ വിടുകയില്ല, മക്കളുടെ 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 മക്കളെ വിടുകയില്ല. 4 ജനറേഷൻ. ആകയാൽ ചെയ്യുന്നത് ഭയപ്പെടണം, ഭയപ്പെടണം, ഭയപ്പെടണം. അക്രമം ചെയ്യരുത്. ചെയ്താൽ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് കിടക്കും. റോമർ 6:23, എസെക്കിയേൽ 18:4, എസെക്കിയേൽ 18:19, എസെക്കിയേൽ 18:20 ഈ വചനങ്ങളിലെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ചെയ്യുന്ന പാപം നിന്നെ കൊല്ലും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. റോമർ എഴുതിയ ലേഖനം 7-ാം അധ്യായം 11 ചെയ്യുന്ന പാപം നിന്നെ ചതിക്കും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 5:22 ചെയ്യുന്ന പാപം നിന്നെ ഒരു നാൾ പിടിച്ചടക്കും. എല്ലാത്തിനും മേലായി ഒരു ഭയങ്കര സംഭവം ഉണ്ട്. ഐസയ 59:2 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ചെയ്യുന്ന അക്രമം, അനീതി, പാപം നിന്നെയും ദൈവത്തെയും തമ്മിൽ പിരിക്കും. സെപ്പറേറ്റ്, പിരിക്കും, ഭിന്നിപ്പിക്കും. നിന്നെ ദൈവസന്നിധിയിൽ നിന്ന് എന്നേക്കുമായി അകറ്റും. ദൈവമായുള്ള ബന്ധം നിനക്ക് നഷ്ടമാകും. അവസാനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പാപം, the sin that you commit at last. Matthew 25:41, the Bible says it shall come and push you down to the deep hell. അത് നിന്നെ നരകത്തിന്റെ ആഴത്തിലേക്ക് തള്ളും. എന്തിനായി? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മർക്കോസ് 9:49 ക്രിസ്തു ഇല്ലാതെ ചാകുന്നവൻ, സുവിശേഷം വകവയ്ക്കാതെ ചാകുന്നവൻ, അവന് തീയിൽ ഉപ്പിടുവാൻ. ഇറ്റ് ഈസ് ഇൻ യുവർ ബൈബിൾ, ഇറ്റ് ഈസ് ഇൻ എവരിബഡീസ് ബൈബിൾ. മർക്കോസ് 9:49 നരകത്തിന്റെ ആഴം, തീയിൽ ഉപ്പിടുവാൻ യേശു ഇല്ലാത്തവനെ തള്ളും. പാപം ഭയങ്കരമാണ്. യോബ് എഴുതുന്നു, മോചിക്കപ്പെടാത്ത പാപം, ക്ഷമിക്കപ്പെടാത്ത പാപം ഭയങ്കരമാണ്. ഇതാർ ചുമക്കും? ഏത് ഗവൺമെന്റ് വന്നാൽ പാപം ചുമക്കും? ഒരുവനാലും ചുമക്കുവാൻ കഴിയില്ല. ജോൺ ദ ബാപ്റ്റിസ്റ്റ് proclaims, സ്നാപക യോഹന്നാൻ അലറി നിലവിളിക്കുന്ന യേശുവിനെ കണ്ടവുടൻ, ഇതാ ഒരു കുഞ്ഞാട്, ഇതാ ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാട്,
ലോകത്തിലുള്ള സർവരുடைய പാപത്തെയും ചുമക്കുന്ന കുഞ്ഞാട്. കൈകളെ തട്ടാമല്ലോ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടാം ക്രിസ്തു. നിന്റെ പാപം നിന്റെ അയൽക്കാരനായി ചുമക്കുവാൻ കഴിയുകയില്ല. നിന്റെ പാപം നിന്റെ മന്ത്രിയാൽ ചുമക്കുവാൻ കഴിയുകയില്ല. നിന്റെ പാപം നിന്റെ പോപ്പ് ബിഷപ്പാൽ ചുമക്കുവാൻ കഴിയുകയില്ല. നിന്റെ പാപം നിന്നാൽ ചുമക്കുവാൻ കഴിയുകയില്ല. കവിള് തുറന്ന് ചില ചുമക്കും, കവിള് തുറക്കും, കുരിശിനെ ഉണ്ടാക്കി ചുമക്കും, കൊടിമരം കിറങ്ങും, ഉള്ള ചടങ്ങുകളൊക്കെ പ്രവർത്തിക്കും. ഒരുവനാലും പാപം ചുമക്കുവാൻ കഴിയില്ല. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടാം ക്രിസ്തു. പാപം ഇല്ലാത്ത യേശു, പാപം ചെയ്യാത്ത യേശു, പാപം അറിയാത്ത യേശു. പാപം ഇല്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, നിന്റെയും എന്റെയും പാപം ചുമക്കുവാൻ ഇറങ്ങി വന്നവൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21 പ്രകാരം, 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വചനത്തിൻ പ്രകാരം, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15 പ്രകാരം. ആകയാൽ ഐസയ പ്രവാചകൻ എഴുതുന്നു, യേശുവിൻ്റെ ജനനത്തിനും 750 ആണ്ടുകൾക്ക് മുമ്പ് പ്രോഫറ്റ് ഏശയ്യ ഫോർടെൽസ്, ദീർഘദർശനമായി എഴുതുന്നു, God will come down in the form of a child. എന്തിന്? 53:6 യഹോവ നമ്മുടെ എല്ലാവരുടെയും പാപം അവൻ്റെ മേൽ. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നല്ലോ. ദൈവം തച്ചന്റെ മകനായി ഭൂമിയിൽ വന്നല്ലോ. ആ അവൻ്റെ മേൽ, ആ ക്രിസ്തുവിൻ്റെ മേൽ യഹോവ ദൈവം 53:6 എല്ലാവരുടെയും പാപം അവൻ്റെ മേൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ചുമത്തി. ആമേൻ. നമ്മുടെ ഭാരം എന്നുള്ള പാപം ചുമന്ന് തീർത്ത യേശു. എങ്ങനെ ചുമന്ന്? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭയങ്കര വചനമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാം വചനത്തിൽ, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനം ഇല്ല. ആമേൻ. Without shedding of blood, the Bible says, no remission of sin at all. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനം ഇല്ല. 2 ചോദ്യം ചോദിക്കും. Why blood? Whose blood? ഇങ്ങനെ ഒരു പ്രമാണം ബൈബിളിൽ മാത്രമല്ല, സകല മതഗ്രന്ഥത്തിലും ഈ പ്രമാണമുണ്ട്. അതാണ് ചിലർ കോഴി വെട്ടുന്നത്, ചിലർ ആട് വെട്ടുന്നത്, ചിലർ മനുഷ്യനെ തന്നെ വെട്ടി രക്തം ചൊരിയുന്നത്. ബൈബിൾ അത് തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. രക്തം ചൊരിയപ്പെടണം. എന്തുകൊണ്ട് രക്തം ചൊരിയപ്പെടണം? തല മുട്ടയടിച്ചാൽ പോരെ? തല മുട്ടയടിച്ചാൽ അമ്മച്ചി പേന് പോകും, പാപം പോകത്തില്ല. വസ്ത്രത്തിന്റെ കളർ മാറിയാൽ പോരാ. മതം മാറിയാൽ പോരാ. രക്തം തന്നെ ചൊരിയപ്പെടണം. എന്തുകൊണ്ട് രക്തം തന്നെ ചൊരിയപ്പെടണം? കാരണം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം.
പാപത്തിന്റെ ശമ്പളം മരണം. മരണത്തെ നാം ജയിക്കണം. മരണത്താർ ജയിക്കും? മന്ത്രവാദം ജയിക്കുകയില്ല, മതം ജയിക്കുകയില്ല, പള്ളിയും അമ്പലവും ജയിക്കുകയില്ല. മരണത്തെ ജയിക്കുന്നത് പള്ളിക്കൂടം പോകാത്ത പാട്ടിയമ്മയ്ക്കും അറിയാം. ജീവൻ, ജീവൻ. മരണത്തെ ജയിക്കുന്നത് ജീവൻ. ജീവൻ എവിടെ ഉണ്ട്? രക്തത്തിലുണ്ട്, രക്തത്തിലുണ്ട്. ലേവ്യ പുസ്തകം 17:11 നമ്മെ പഠിപ്പിക്കുന്നു, മാംസത്തിന്റെ ജീവൻ രക്തത്തിലാകുന്നു. ഒരു മനുഷ്യന്റെ മാംസത്തിന്റെ ജീവൻ രക്തത്തിലാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ജീവൻ രക്തത്തിലാകുന്നു. മരണത്തെ ജയിക്കുന്ന ജീവൻ മതത്തിലല്ല, പള്ളിയിലല്ല, അമ്പലത്തിലല്ല, ആറ്റുകരയിലല്ല, മരുഭൂമിയിലല്ല, മലയുടെ ഉച്ചിയിലല്ല, പ്രമാണത്തിലല്ല. ജീവൻ രക്തത്തിലാണ്. Whose blood? Whose blood, brother? Whose blood? ഇനിയിപ്പോ രക്തം തന്നെ ചൊരിയപ്പെടണമെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. ആരുടെ രക്തം? കോഴിയുടെ രക്തമോ പള്ളിപ്പാറ്റയുടെ രക്തമോ? ആരുടെ രക്തം? മൃഗത്തിന് രക്തമുണ്ട്, മനുഷ്യന് രക്തമുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്തം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഒരു കാലം വരെ ആട്ടുകുട്ടിയുടെ രക്തം, കോലാട്ടിൻ്റെ രക്തം, കുറുമ്പ്രാവിൻ്റെ രക്തം മനുഷ്യരുടെ പാപം മോചിച്ചു. ഒരു കാലം വന്നപ്പോൾ God in heaven shut the door. വാതിൽ അടച്ചു കളഞ്ഞു. കർത്താവ് പറയുന്നു, I am fed up. എനിക്ക് മടുത്ത്. മലയാള ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇത് എനിക്ക് മതിയായി. ഐസയ 1-ാം അധ്യായം 11-ാം വചനത്തിൽ കാളക്കുട്ടിയുടെ രക്തം ദൈവം അരുളി ചെയ്യുന്നു, എനിക്ക് മടുത്ത്, എനിക്ക് മതിയായി. I am fed up. കോലാട്ടിന്റെ രക്തം പാപമോചനത്തിനായി ചൊരിയപ്പെട്ട ആട്ടുകുട്ടിയുടെ രക്തം, ഏത് മൃഗത്തിന്റെ രക്തമും ദൈവം അരുളി ചെയ്യുന്നു, എനിക്ക് മതിയായി. My English Bible says, God says, I delight not. I delight not. தமிழ் வேதாகமம் சொல்லுகிறது, காளையின் ரத்தத்தில் தேவனுக்கு அரோஜகம். அரோஜகம். காளையுடைய ரத்தத்தில் தேவாதி தேவனுக்கு அரோஜகம். God is not delighting. ஆகையால் அடோர் தெய்வம் அடைச்சு കളഞ്ഞു. ഇനി മിരുഗത്തിന്റെ രക്തം ഫലിക്കുകയില്ല. അടുത്ത സ്റ്റെപ്പ്, മിരുഗത്തിന്റെ രക്തം ഫലിക്കുകയില്ല എങ്കിൽ പാപമോചനത്തിനായി ഇന്ന് 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ ഭാരതത്തിൽ മനുഷ്യനെ കൊല്ലും, കുഞ്ഞിനെ കൊല്ലും, ആളുകളെ കൊല്ലും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളിൽ പാപമില്ലാത്ത മനുഷ്യൻ ആർ? ആമേൻ. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 46-ാം വചനത്തിൽ, സഭാപ്രസംഗി 7-ാം അധ്യായം 20-ാം വചനത്തിൽ, 1 രാജാക്കന്മാർ 8:46, സഭാപ്രസംഗി 7:20, there is even a single man upon earth who sinneth not. പാപം ചെയ്യാത്ത മനുഷ്യൻ ഒരുവനും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന്റെ രക്തം വേറൊരു മനുഷ്യന് പാപത്തിൽ നിന്ന് മോചിക്കുവാൻ കഴിയുന്നതേ അല്ല. ശ്രദ്ധിച്ചോ? മനസ്സിലായോ? മൃഗത്തിൻ്റെ രക്തത്താൽ മനുഷ്യന് പാപമോചനം കിട്ടുകയില്ല. ഒരു മനുഷ്യന്റെ രക്തത്താൽ വേറൊരു മനുഷ്യന് പാപമോചനം കിട്ടുകയില്ല. മിച്ചമുള്ളത് ദൈവത്തിൻ്റെ രക്തമാണ്. ദൈവം സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിൻ നിർമ്മിതാവ്, സദാ ജീവിച്ചിരിക്കുന്നവൻ, ധന്യനായ ഏകാധിപതി,
ഒരു മനുഷ്യൻ ഇവനെ കണ്ടിട്ടില്ല, ആർക്കും കാണുവാൻ കഴിയുകയില്ല. ഭയങ്കരനായ ദൈവം, എന്നും ജീവിച്ചിരിക്കുന്നവൻ, ഇവൻ തന്നെ ആദ്യം, ഇവൻ തന്നെ അന്ത്യം. ആ ദൈവത്തിന് വേറൊരു സവിശേഷത ഉണ്ട്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 17 യോഹന്നാൻ 4-ാം അധ്യായം 24 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് ആത്മാവാകുന്നു. കർത്താവ് വിഗ്രഹമല്ല, കർത്താവ് ശില്പമല്ല, അവൻ ശില്പിയാണ്. അവനൊരു വിഗ്രഹമല്ല, അവൻ ആത്മാവാകുന്നു. ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. ബൈബിൾ സ്വന്തമായി പഠിപ്പിക്കുന്നു. യു cannot touch him, you cannot see him. ദൈവം ആത്മാവാകുന്നു. അങ്ങനെയാണെങ്കിൽ മൃഗത്തിൻ്റെ രക്തം ദൈവം അടച്ചപ്പോൾ, മനുഷ്യൻ്റെ രക്തവും അടച്ചപ്പോൾ അതിൽ ദൈവം ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യൻ്റെ രക്തത്തിൽ അക്രമമുണ്ട്. ഇനി ദൈവത്തിൻ്റെ രക്തത്തിൽ അല്ലോ. ആകയാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം ആത്മാവാകയാൽ അവന് അസ്ഥിയില്ല, അവന് മാംസമില്ല, ആകയാൽ രക്തമും ഇല്ല. അവൻ രക്തം ചൊരിയുവാൻ അവന് കഴിയുകയില്ല, കാരണം അവൻ ആത്മാവാണ്. പക്ഷെ രക്തം ചൊരിഞ്ഞാൽ മാത്രമേ പാപമോചനം കിട്ടുകയുള്ളൂ. ആകയാൽ പ്രിയമുള്ളവരെ, 2000 ആണ്ടുകൾക്ക് മുമ്പ് ആത്മാവാം ദൈവം പാലസ്തീൻ രാജ്യത്തിൽ ഒരു തച്ചന്റെ മകനായി ജഡത്തിൽ വെളിപ്പെട്ട് 1 തിമോത്തി 3:16 രക്തം ചൊരിയുവാൻ യോഗ്യമുള്ള ജഡത്തിൽ വെളിപ്പെട്ട് അവൻ്റെ പേരാണ് ക്രിസ്തു യേശു. എന്തിന്? ലോകത്തിലുള്ള സർവ്വ ആളുകളുടെയും പാപം താൻ തന്നെ ഏകനായി ചുമന്ന് തീർക്കുവാൻ. ആമേൻ. ഇനി നീ കവിളിൽ കുത്തരുത് പാപം പോകുവാൻ. കുരിശുണ്ടാക്കിയും തോളിൽ ചുമക്കരുത്. ഉരുണ്ട് നേർച്ച അർപ്പിക്കരുത്. എല്ലാ ഉടായ്പ് വേലകളും വിട്ടയച്ചു എൻ്റെ പാപം ചുമന്ന ഏക രക്ഷകൻ, ഏക രക്ഷിതാവിൻ്റെ മുമ്പിൽ വന്ന് വീഴണം. എൻ്റെ പാപം ചുമന്നവനെ ഞാനത് വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അയൽക്കാരൻ്റെ പാപം നീ ചുമക്കണം. അറിഞ്ഞ് ക്രിസ്തുവിനെ നീ അറിയിക്കണം. അതാണ് നമ്പർ 1. രണ്ടാമത്, നിന്റെ പാപം നിന്നെ കൊണ്ട് ചുമക്കുവാൻ കഴിയുകയില്ല, നിന്റെ അയൽക്കാരനാൽ കഴിയുകയില്ല. നിന്റെ പാപം ചുമന്ന് ഒരുവൻ, നിന്റെ ഭാരം എന്നുള്ള പാപം ചുമന്ന് ഒരുവൻ നിനക്കുണ്ട്. അവനാണ് ക്രിസ്തു. ഇവനെ വിട്ട് ഒരു ആടി അങ്ങും ഇങ്ങും വയ്ക്കരുത്. ആമേൻ, ആമേൻ. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ താൻ യേശു മുന്നിൽ വരണം. ആമേൻ. നീ പിന്നിലാകണം. തന്നെത്താൻ വെറുത്ത് നാൾതോറും കുരിശെടുത്ത്, സ്വർണക്കുരിശുമല്ല, മരക്കുരിശുമല്ല, മൺകുരിശുമല്ല, ഇരുമ്പ് കുരിശുമല്ല, അവിടെ യേശുവിൻ്റെ കുരിശുമല്ല. ഇവിടെ ക്ലിയറാണ്, തൻ്റെ കുരിശ്. കൈകളെ തട്ടിക്കൂടെ? ക്രിസ്തുവിലായാൽ ഓരോരുത്തനും അവനവൻ്റെ കുരിശ് ദൈവം തന്നിട്ടുണ്ട്. കുരിശ് എന്നാൽ അടയാളമല്ല, അനുഭവമാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഇട്ടിട്ട് നടക്കുന്നല്ല, ഇട്ടിട്ട് ആട്ടി നടക്കുന്നതല്ല കുരിശ്. നിന്റെ ഉള്ളില് യേശുവിന് വേണ്ടി എത്ര കഷ്ടം അനുഭവിക്കുന്നുവോ
അനുഭവമാണ് നിന്റെ കുരിശ്. തിമോഥീസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നു, ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ ഉള്ളവന് ലോകം തരുന്ന ഉപദ്രവം, അതിൻ്റെ പേരാണ് കുരിശ്. ഇട്ടിട്ട് ആട്ടി ആട്ടി നടക്കുന്ന ഉണ്ടാക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട കുരിശ് അല്ല, ക്രിസ്തുവിനായി നിന്റെ ഉള്ള് തകർക്കപ്പെടുന്ന അനുഭവത്തിൻ്റെ പേരാണ് കുരിശ്. മനസ്സിലായവർ ഇങ്ങനെ ഇരുന്നാ പോരാ. നാൾതോറും until you die, until you say goodbye to the world, നാൾതോറും. I like Job definitely he goes in the deeper and proclaims one thing. യോബ് 7:18 സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കുരിശ് നാൾതോറും യോബ് എഴുതുന്നു, മാത്രതോറും. ഓ ഹല്ലേലൂയ. Every single moment you have trial. നീ ശരിക്കും, ഞാൻ വീണ്ടും പറയുന്നു, കളിയൊക്കെ വെച്ച് മതിയാക്കിക്കൊള്ളാം. ചന്ദ്രൻ വര ചുവപ്പായി, ഒരടയാളം കൂടെ വന്നു. അറിയത്തില്ല, അറിഞ്ഞുകൂടാ. അറിഞ്ഞാലും അറിയാത്തതുപോലെ ഇരിക്കും. പേപ്പറിൽ വായിച്ചില്ല, ഇല്ല, വായിച്ചാലും മിണ്ടാതെ ഇരിക്കും. ചന്ദ്രൻ വര ലോകത്തിലുള്ള 80% ആളുകളും കണ്ട് ഈ റെഡ് മൂൺ. അപ്പം അതും വന്ന് കഴിഞ്ഞ് ഇനി അവൻ്റെ വരവ് മാത്രമേ ഉള്ളൂ. നീ ഓണം കൊണ്ടാടിക്കോ, നല്ല കൊണ്ടാടിക്കോ. ഊഞ്ഞാല് കയറണം, പൊട്ടി വീഴുന്നത് വരെ കയറണം. മക്കളെ, ഇത് വേറെ രോഗസൗഖ്യമല്ല. നീ ഒരു ജോർദാൻ കടക്കേണ്ടത് കൊണ്ട്, ഒരു വലിയ ജോർദാൻ കടക്കേണ്ടത് കൊണ്ട്, അവൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നിന്റെ കാലുകൾ ബലപ്പെട്ട് നിൽക്കുമോ, കള്ളനെ പോലെ നിൽക്കുമോ? മാത്രതോറും ശോധന. യോബ് 7:18 മാത്രതോറും പരീക്ഷ, മാത്രതോറും ശോധന, മാത്രതോറും കഷ്ടത. Why for you? Why for me? അവന് കഷ്ടതയില്ലല്ലോ, എന്തിന് എനിക്ക് മാത്രം നീതിയുടെ ഉപദ്രവം? കാരണം പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ ദൈവം ജീവനായകൻ, the author of life, ജീവനായകൻ. യേശു ഒരുവന്റെ ഉള്ളിൽ വന്നാൽ വരുന്നത് മതമല്ലടോ, ജീവനാണ്. യേശു ഒരുത്തൻ്റെ ഉള്ളിൽ വന്നാൽ, നീ യേശുവിന് സറണ്ടർ ആയാൽ നിന്റെ ഉള്ളിൽ വരുന്നത് ജീവൻ. ജീവൻ ഉള്ളവൻ നീന്തും, ജീവനില്ലാത്തവൻ ഒഴുക്കിൽ കൂടെ പോകും. കൈകളെ തൊട്ടണം. ജീവൻ ഉള്ളവൻ he will swim against the flow. ലോകത്തിനൊരു ഒഴുക്കുണ്ട്, നിന്റെ ജഡത്തിനൊരു ഒഴുക്കുണ്ട്, സാത്താന് ഒഴുക്കുണ്ട്. യേശുവായ ജീവൻ ഒരുത്തൻ്റെ ഉള്ളിൽ വന്നാൽ ലോകത്തോട് അവൻ ഒത്തുപോകുവാൻ കഴിയുകയില്ല. അപ്പൊ ഉപദ്രവം ഉണ്ടാകും നിശ്ചയം. അതിൻ്റെ പേരാണ് ശോധന. അങ്ങനെ ഒരു ഉപദ്രവം വരുമ്പോൾ നീയും ഞാനും എന്ത് ചെയ്യണം? ഒന്ന്, റോമർ 12:12 യാക്കോബ് ലേഖനം 5-ാം അധ്യായം 10-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ, ബി
patient in your affliction. സഹിഷ്ണുത കാണിക്കുക. കഷ്ടത വരുമ്പോൾ സഹിഷ്ണുത കാണിക്കുക. കഷ്ടത നിന്നെ ലാക്കാക്കി ആഞ്ഞടിക്കുമ്പോൾ ദൈവ പൈതലേ സഹിഷ്ണുത കാണിക്കുവാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആബ്രഹാം, ഈസഹാക്ക്, യാക്കോബ്, ഇതിൻ്റെ ഇടയ്ക്കൊരു വിദ്വാനുണ്ട്. ആരാണ്? യാക്കോബിൻ്റെ ജ്യേഷ്ഠൻ. ആര്? യൂദാസ്. അമ്മച്ചി പറഞ്ഞു യൂദാസ് എന്ന്. ഏശാവ്. ഇതെല്ലാവർക്കും കഷ്ടത വന്ന്. ആബ്രഹാമിൻ്റെ കഷ്ടത വന്നതിൻ്റെ പേര് ക്ഷാമം. ബത്തേലിനും ഹായ്ക്കും ഇടപെട്ട സ്ഥലത്ത് അവൻ എത്തിച്ചേർന്നപ്പോൾ ദൈവം പറഞ്ഞത് നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. പക്ഷെ ദൈവം കൊണ്ടുവിട്ടത് ക്ഷാമത്തിലാണ്. കഷ്ടത. ആബ്രഹാം സഹിഷ്ണുത പാലിച്ചു. ഈസഹാക്കിനും കഷ്ടത വന്ന് 26 ഉൽപ്പത്തി 26 ഹെറൂരിൽ വന്നപ്പോൾ ക്ഷാമം, കഷ്ടത വന്ന്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഈസഹാക്കും സഹിഷ്ണുത പാലിച്ചു. യാക്കോബിനും ഡയറക്റ്റ് ക്ഷാമം വന്നില്ല എങ്കിലും ഇന്നൊരു തരത്തിൽ ചെയ്ത ജോലിക്ക് കൂലി അമ്മാവൻ 10 പ്രാവശ്യം കവളിപ്പിച്ച് അതൊരു ക്ഷാമമാണ്. പ്രേമിച്ച പെണ്ണിനെ മാറ്റി അയ്യോ കലികാലൻ അമ്മാവൻ വേറൊരുത്തിയെ കൊടുത്ത് അതും ഒരു ക്ഷാമമാണ്. ആബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ക്ഷാമം വന്നപ്പോൾ സഹിഷ്ണുത പാലിച്ചു. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിദ്വാൻ ഇസഹാക്കിന് ക്ഷാമം വന്നില്ല, വിശപ്പ് വന്ന്. വിശപ്പ് വന്നപ്പോൾ ദൈവത്തെ വിറ്റ്. സഹിഷ്ണുത കാണിച്ചില്ല. ഇന്ന് എൻ്റെ ദൈവം അറിയപ്പെടുന്നത് ഇസഹാക്കിൻ്റെ ദൈവം എന്നല്ല, ആബ്രഹാമിൻ്റെ ദൈവമെന്നാണ്. എൻ്റെ ദൈവം ഇന്ന് അറിയപ്പെടുന്നത് ഇസഹാക്കിൻ്റെ ദൈവം എന്നല്ല, ഏസാവിൻ്റെ ദൈവം എന്നല്ല, ആബ്രഹാമിൻ്റെ ദൈവം എന്നാണ്. ഇന്ന് എൻ്റെ ദൈവം അറിയപ്പെടുന്നത് ഏസാവിൻ്റെ ദൈവം എന്നല്ല, ഇസഹാക്കിൻ്റെ ദൈവം എന്നാണ്. ഇന്ന് എൻ്റെ ദൈവം അറിയപ്പെടുന്നത് ഏസാവിൻ്റെ ദൈവം എന്നല്ല, യാക്കോബിൻ്റെ ദൈവം എന്നാണ്. സഹിഷ്ണുത കാണിക്കണം കഷ്ടത വരുമ്പോൾ. എന്നാൽ നീ ലോകത്തിൻ്റെ ദൃഷ്ടാന്തമായി ദൈവം നിന്നെ വയ്ക്കും. എന്നാൽ യാക്കോബ് 5:11 നിന്റെ ആളുകളുടെ മുമ്പിൽ നിന്നെ ഒരു ഭാഗ്യവാനായി കർത്താവ് അഭിഷേകിക്കും. എന്നാൽ ഐശയ്യാ 8:18 നീയും നിന്റെ മക്കളും ദൈവത്തിന് ഒരു അത്ഭുതമായിരിക്കും. ആ വചനം എഴുതിയെടുത്തുകൊള്ളണം. ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ എഴുതുന്ന 71:7 ഞാൻ പലർക്കും ഒരു അത്ഭുതം. ഐശയ്യാ പ്രവാചകൻ എഴുതുന്ന അല്ല ഞാനും എൻ്റെ മക്കളും ദൈവത്തിന് ഒരു അത്ഭുതം. സഹിഷ്ണുത കാണിച്ചാൽ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിച്ചാൽ. സമയം ഇത്രയായല്ലോ, ഞാൻ വേഗമായി നിർത്തിക്കൊള്ളാം. ഒരു സങ്കീർത്തനം എടുക്കണം, എല്ലാവരും വായിക്കണം. 91:15 സങ്കീർത്തനം 91:15 അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും. ദൈവം അരുളി ചെയ്യുന്ന അവൻ ദൈവമായ എന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ എന്നെ വിളിച്ചപേക്ഷിക്കുന്ന അവന് ഉത്തരം അരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഒരു കഷ്ടം വന്നാൽ നിന്റെ ഫ്രണ്ട് സ്ഥലം വിടും, നിന്റെ ഓഫീസർ സ്ഥലം വിടും, നിന്റെ കാതലി സ്ഥലം വിടും, നിന്റെ കാതലൻ സ്ഥലം വിടും.
ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഒരുത്തനൊരു കഷ്ടത വന്നാൽ മന്ത്രി പോലും സഹായിക്കുകയില്ല. നിനക്കൊരു കഷ്ടത വരുമ്പോൾ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസ്താവിക്കുന്നത്. അടുത്ത വരി, എന്നെ നോക്കി കഷ്ടതയിൽ നിലവിളിക്കുന്നവൻ്റെ അടുക്കൽ വന്ന് ഞാൻ ഇരിക്കും. ജോസേഫിനോട് കൂടെ ഇരുന്നില്ലേ? സിംഗക്കുകയിൽ ദാനിയേലോട് കൂടെ ഇരുന്നില്ലേ? 25 ആണ്ടും ഒരാഴ്ചയും മക്കളില്ലാത്ത പയല് ഇവൻ പ്രസംഗിച്ച് നടക്കുന്നു എന്ന് സുന്ദർ സിംഗിനെ കീറി താറുമാറായി ഒടുക്കിയപ്പോൾ എന്നോട് കൂടെ ദൈവം ഇരുന്നില്ലേ? ആ ദൈവം നീ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. കണ്ടോ, നിനക്കൊരു കഷ്ടത വരുമ്പോൾ ദൈവം നിന്റെ മഹത്വത്തിനായി അത് അനുവദിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഏറ്റുമാനൂർ CSI ജില്ലയിൽ ഒരു പഴയ സഭാങ്കണത്തിൽ ഞാനും എൻ്റെ മകനും സുവിശേഷം അറിയിക്കുവാൻ കടന്നുപോയി. സ്റ്റേജിൽ ഏറ്റുമാനൂർ CSI ജില്ലാ ചെയർമാൻ റവറൻഡ് KM ജോൺ ദൈവഭക്തൻ വന്നിരുന്ന് എൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടൻ ചാടി ഇറങ്ങി എൻ്റെ മോനെ തൻ്റെ മാറോട് ചേർത്ത്, അവൻ ഏകദേശം അദ്ദേഹത്തിൻ്റെ കഴുത്ത് വരെയായി. കൊള്ളാം, വലുപ്പമും അച്ഛൻ പറഞ്ഞതാ, കൊള്ളാം വലുപ്പം. എൻ്റെ 10 ക്രൂസേഡുകൾ കോട്ടയം എറണാകുളം ജില്ലയിൽ അറേഞ്ച് ചെയ്ത മഹാഭക്തൻ. അഭിഷേകേ കൊള്ളാം, എൻ്റെ കഴുത്ത് വരെ ഉണ്ട്, വലുപ്പമുമുണ്ട് പൊലിപ്പമുമുണ്ട്. ഇതിനാണ് അച്ഛൻ പ്രാർത്ഥിച്ചത് കേട്ടോ. 25-26 വർഷം ആകാൻ പോകുന്നില്ലേ സുന്ദർ സിംഗിന്? അപ്പം മറ്റാളുകളെ പോലല്ല, സുന്ദർ സിംഗ് ക്ഷയിക്കും. സുന്ദർ സിംഗ് ക്ഷയിച്ച് നടക്കാതാകുമ്പോൾ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വിടണം നീ. അപ്പോൾ അതുകൊണ്ട് നിനക്കിത്തിരി വലുപ്പവും പൊലിപ്പവും തരാൻ വേണ്ടി ഞാൻ ഘോഷിച്ചതാണ്. നിനക്കിന്ന് 12 വയസ്സ്, ഇടനക്ക് 18 വയസ്സിൻ്റെ ബുദ്ധിയും ശക്തിയും പൊക്കമും ദൈവം തന്നിരിക്കുന്നു. ഇനി ഞാൻ മരിച്ചാൽ മതി മക്കളെ. ഒരു ഡിസ്ട്രിക്ട് ചെയർമാൻ പറഞ്ഞതാണ്. കഴിഞ്ഞ ജൂലൈ 18 വൈകുന്നേരം ആഹാരം കഴിച്ച് അച്ഛൻ എൻ്റെ മോൻ്റെ യൂട്യൂബ് ചാനലിലുള്ള സകല പ്രസംഗം ഒരിക്കലല്ല 10 പ്രാവശ്യം കേട്ട് 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 ആത്മാവിൽ സന്തോഷിച്ച് തൻ്റെ ഭാര്യ കൊച്ചമ്മയെ വിളിച്ച് പറഞ്ഞ്, കണ്ടോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അവന് ബുദ്ധിയും ശക്തിയും അപാരമായി ദൈവം കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മരിച്ചാൽ എനിക്ക് സന്തോഷമാണ്. ആ സെക്കൻഡിൽ അച്ഛൻ മരിച്ചു. ആ സെക്കൻഡിൽ ജീവൻ പോയി. എത്ര വലിയ പ്രത്യാശ! അതാണ് ഇവിടെ നിന്റെ ജീവിതത്തിൽ ദൈവം അനുഭവിച്ചിരിക്കുന്ന കഷ്ടത നിനക്കൊരു മഹത്വം. ഈ മോനെ കിട്ടിയത് ഇന്ന് ലോകപ്രസിദ്ധമായ സുവിശേഷ പ്രാസംഗികർക്ക് അവരുടെ പ്രസംഗ വിഷയമാണ് ഇന്ന്. അതാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ അനുഭവിക്കുന്ന കഷ്ടത ദൈവ പൈതലെ നിന്നെ ചിതറടിച്ച് ചിന്ന ഭിന്നമാക്കുവാനല്ല, നിന്നെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ആമേൻ. നീ ക്രിസ്തുവിന് പിടികൊടുത്താൽ, പറഞ്ഞു വിടുന്നതല്ല, അണ്ടർലൈൻ ചെയ്യുന്നു ഞാൻ, നിന്റെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവം പോലെ നീ യേശുവിൻ്റെ വചനത്തിന് അനുസരിച്ചാൽ ഒരു കഷ്ടത 2ാം പ്രാവശ്യം മടങ്ങി വരികയേ ഇല്ല. കൈകളെ തൊട്ടണം. നഹൂം 1
9. A trouble for a righteous man will not rise up for the second time. നീതിമാൻ ഒരു കഷ്ടത വീണ്ടും ഒരിക്കൽ പൊങ്ങി വരികയേ ഇല്ല. നാഗൂം 1:9. യോബ് എഴുതുന്ന 5-ാം അധ്യായം 19-ാം വചനത്തിലെ അപ്പോൾ ഒരു കഷ്ടത രണ്ടാം പ്രാവശ്യം വരികയില്ല. 2ഉം 3ഉം 4ഉം 5ഉം 6ഉം പ്രാവശ്യം കഷ്ടത വരുമ്പോൾ 100% സത്യം ദൈവം നിനക്ക് വിടുതൽ തരും. യോബ് 5:19. 7-ാം പ്രാവശ്യമോ വരുന്ന കഷ്ടത വരും, നിന്നെ തൊടുകയില്ല. മനസ്സിലായോ? വെറുതെ സമയപ്പോക്കിന് എഴുതി വെച്ചതല്ല. യു ക്യാൻ എക്സ്പീരിയൻസ്. ആകയാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്ന നിന്നെ ലാക്കാക്കി കഷ്ടത വരുമ്പോൾ നീ ഭാഗ്യവാൻ. യോബ് 5:17.